ഒരിക്കൽ ഇമാം ദാരിൽ ഹിജ്റ അൽ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ ഉംറക്ക് നിർവഹിക്കാൻ ഇഹ്റാം കെട്ടുന്നത് ദുൽഹുലൈഫയിലാണ്. മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ ഇഹ്റാം കെട്ടുക. എന്നാൽ അവിടെ വെച്ചല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ കുറച്ചുകൂടി മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ അവിടുത്തെ ഖബറിനടുക്കൽ വെച്ചുകൊണ്ട് ഞാൻ ഇഹ്റാം കെട്ടട്ടെ എന്ന് വന്ന് ചോദിച്ചു. അപ്പൊ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന്, നിനക്ക് കുഴപ്പം ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി തിരിച്ച് ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിച്ചു, വഅയ്യ ഫിത്നത്തിൻ ഫി ഹാദാ, ഇതിലെന്ത് കുഴപ്പമുണ്ടാവാനാണ്, ഇതിലെന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഞാൻ കുറച്ചുകൂടി ദൂരം മുമ്പേ അത് ചെയ്തു എന്നല്ലേ ഉള്ളൂ, കുറച്ചുകൂടി നല്ലതായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചെയ്തു എന്നല്ലേ ചോദിച്ചു. അതെ, എല്ലാ ആളുകളും വിദേഹത്തിന്റെ ആളുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു വാദമാണ്, ഇതിനിപ്പോ എന്താ ഇത്ര വലിയ കുഴപ്പം, ഇതൊരു നന്മയല്ലേ, ഇത് നല്ലതല്ലേ, അത്രയല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, വഅയ്യു ഫിത്നത്തിൻ അഅമമു മിൻ അൻ തറാ അന്നക ഖദ് സബഖത ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിർണയിച്ച പരിധിയെ വിട്ടുകൊണ്ട് ഒരു ശ്രേഷ്ഠതയാണ്, ഒരു നന്മയാണ് എന്ന കാര്യത്തിലേക്ക് നീ മുന്നിടുന്നതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തിയതിനേക്കാൾ ഒരു അടി നീ മുന്നോട്ട് വെക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത്? എന്നിട്ട് പറഞ്ഞു, ഇന്നി സമിഅതു അല്ലാഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളോട് എതിരാകുന്നവർ അവർ സൂക്ഷിക്കട്ടെ, അവർക്കൊരു ഫിത്ന ബാധിക്കുന്നത് അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ ബാധിക്കുന്നത് അവർ സൂക്ഷിക്കട്ടെ. അതേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് നിൽക്കുക, അതിൽ കൂടാനും പാടില്ല, അതുപോലെ തന്നെ അതിൽ അലംഭാവം വരുത്താനും പാടില്ല. ആ പരിധിയിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. നമ്മുടെ ബുദ്ധിക്ക് നന്മയായി തോന്നിയാലും അത് ശരിയായി തോന്നിയാലും ഏറ്റവും വലിയ സത്യവും ശരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിർത്തി എന്നുള്ളതാണ്. അതൊരു വാക്കിലാണെങ്കിലും ഒരു പ്രവർത്തനത്തിലാണെങ്കിലും ഒരു ചെറിയ ദൂരത്തിലാണെങ്കിലും അതാണ് യഥാർത്ഥ ഹക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമില്ലാത്ത, പഠിപ്പിച്ചു തരാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, പഠിപ്പിച്ചു തരാത്ത, താബിഈങ്ങൾക്കോ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങളായിട്ടുള്ള ശ്രേഷ്ഠരായ ഉലമാക്കൾക്കോ പരിചയമില്ലാത്ത ഇങ്ങനെ ഒരു കർമ്മം അത് ദീനിലില്ലാത്ത പുത്തനാചാരമായിട്ടുള്ള ബിദ്അത്താണ്. അത് ചെയ്താൽ അതിന്റെ അപകടം വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെടേണ്ട, അവന്റെ ദീനിൽ പല ഫിത്നയിൽ അകപ്പെടുന്ന ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തെ, ആ പുത്തനാചാരത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുക, ആ ബിദ്അത്തിനെ വെളിവാക്കുക, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സുന്നത്തിലായിക്കൊണ്ട് നിലനിൽക്കാനും സുന്നത്തുകൾ പാലിച്ച് ഇബാദത്തുകൾ നിർവഹിക്കാനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.